ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നാർസിസ്റ്റുകളുടെ കാര്യത്തിൽ അവർ സ്ഥിരം ഉപയോഗിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു ടാക്ടിക്കാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നാർസിസ്റ്റുമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായ സമയത്ത് ഒരു കാരണവുമില്ല നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ അവരോട് മാപ്പ് പറഞ്ഞിട്ട് ആ വഴക്ക് നിർത്തേണ്ട അവസ്ഥ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങളൊരു വാലിഡ് ആയിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് അവരെ വിമർശിക്കുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഒരു വാലിഡ് ആയിട്ടുള്ള റീസണിന്റെ പേരിൽ നിങ്ങളെ പിടിക്കുമ്പോൾ അവസാനം നിങ്ങളെ വിചാരണ ചെയ്യുന്ന അവസ്ഥയിൽ, നിങ്ങളാണ് തെറ്റ് ചെയ്തെന്നുള്ള അവസ്ഥയിൽ ഞാനാണോ പ്രശ്നക്കാരി എന്നുള്ള രീതിയിൽ, ഞാനാണോ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറിപ്പോവേണ്ടി വന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ സ്വയം ഇങ്ങനെ വിചാരിക്കും, ഇനി ഞാനാണോ പ്രശ്നം ചെയ്തത്, അപ്പൊ ഞാനാണോ കുറ്റക്കാരി, അപ്പൊ ഞാനാണോ ചീറ്റ് ചെയ്തത്, അപ്പൊ ഞാനാണോ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ, ഇനി ഞാനാണോ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആള്, ഞാനാണോ ഒന്നിനും കൊള്ളാത്ത ആള്? ഇവിടെ നിങ്ങൾ നാർസിസിസ്റ്റിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന മാനിപ്പുലേറ്റീവ് ടാക്ടിക്കിൽ വിധേയനാകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിധേയമാകുന്നുണ്ടായിരിക്കാം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നാർസിസിസ്റ്റിന്റെ പ്രധാനമായിട്ടുള്ള 3 പ്രൊജക്ഷൻ രീതികൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊജക്ഷൻ ടാക്ടിക്കുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം എങ്ങനെയാണ് ഇത് റെക്കഗ്നൈസ് ചെയ്ത് ഇതിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുകൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. എന്താണ് നാർസിസിസ്റ്റിക് പ്രൊജക്ഷൻ? എന്തിനാണ് അവരിത് യൂസ് ചെയ്യുന്നത്? ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ, മനുഷ്യരുടെ ഒരു സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം ആണ്. അത് കുറച്ചൊക്കെ എല്ലാവരിലും കാണാറുണ്ട് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് പ്രൊജക്ഷൻ ആണ്. നാർസിസിസ്റ്റിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ അവരുടെ കോർ ആയിട്ടുള്ള ട്രെയിറ്റ് ആണ്. ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടാക്ടിക്ക് ഏറ്റവും ഹാംഫുൾ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ള വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഈഗോയിൽ നിന്നുമാണ് ഈ നാർസിസിസ്റ്റ് എന്നുള്ള വ്യക്തി തന്നെ ഉണ്ടായിരിക്കുന്നത്, അവർ ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്നാൽ ഇത് പുറമേ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവരുടെ ഉള്ളിൽ അങ്ങേയറ്റം നാണക്കേടും ഇൻസെക്യൂരിറ്റിയും ഒന്നിനും കൊള്ളാത്തതാണെന്നും ബാഡ് ആണെന്നും വർത്ത്ലെസ് ആണെന്നുള്ള ചിന്തയും ഒക്കെ ഇവരുടെ ഉള്ളിൽ വളരെ കോറായിട്ടുണ്ട്. എന്നാൽ ഇവരുടെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവരെ ഇത് ഫേസ് ചെയ്യുന്നതിൽ നിന്നും എപ്പോഴും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണെന്നും എല്ലാരെക്കാൾ മേളിലാണെന്നുമുള്ള ഇമേജ് സൃഷ്ടിക്കാനായിരിക്കും അവരുടെ ബ്രെയിൻ എപ്പോഴും അവരോട് പറയുക. സോ അവരെന്താണ് ചെയ്യുക? അവർ ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഫീലിങ്ങുകളെയെല്ലാം, ഈ അവരുടെ അസൂയ, അവരുടെ നാണക്കേട്, അവരുടെ കാപട്യം, അവരുടെ പൊട്ടിത്തെറി, ഇതെല്ലാം നിങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് തരും. ആസ് ഒരു വിക്ടിം ആയിട്ടുള്ള ആളിലേക്ക് അവർ ഈ കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ചെയ്ത് വിടും, നിങ്ങളിലാണെന്ന് കാണിക്കും. ഇതെന്ന് പറയുന്നത് അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന ഒരു ചവറുകൊട്ട. അത് അവരുടേതാണെന്ന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതെ അത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടിട്ട് നിങ്ങളാണ് ആ ദുർഗന്ധത്തിന് കാരണമെന്ന് ഇവർ പറയും. കള്ളം പറയുന്നത് ആര്? ഞാനോ? നീയാണ് ഇവിടെ കള്ളം പറയുന്നത്, നീയാണ് കള്ളി, നീയാണ് കള്ളൻ. ആര് അബ്യൂസ് ചെയ്യുന്നത്? ഞാനൊന്നുമല്ല അബ്യൂസ് ചെയ്യുന്നത്, നീയല്ലേ എപ്പോഴും എന്നെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനല്ലേ ഇവിടെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ വായി തോന്നുന്നു പറയുന്നത്, ആര് പിച്ചുമ്പേയും പറയുന്നത്? ഞാനാണോ പിച്ചുമ്പേയും പറയുന്നത്? നീയാണ് ഇവിടെ പിച്ചുമ്പേയും പറയുന്നത്, നീയാണ് വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നത്, നീയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ലൈഫിലെ നല്ല പിള്ളയും നല്ല കുട്ടിയും എല്ലാം അവരാണ്. നിങ്ങളാണ് ബാഡ് പേഴ്സൺ. ഇനി നമുക്ക് നാർസിസ്റ്റുകളുടെ ഇടയിൽ കോമൺ ആയിട്ട് കാണുന്ന പ്രൊജക്ഷൻ ടാക്ടിക്കുകളെ പറ്റി സംസാരിക്കാം. അതിൽ ഒന്നാമത്തേത് ക്ലാസിക് പ്രൊജക്ഷൻ ആണ്. ക്ലാസിക് പ്രൊജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ഷന്റെ ഏറ്റവും കൂടുതൽ നാർസിസ്റ്റുകളുടെ ഇടയിൽ അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രൊജക്ഷൻ ടാക്ടിക് ആണ് ഈ ക്ലാസിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ തന്നെയാണ് ഒരു കാര്യം ചെയ്തതെന്ന്, അതായത് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിലവിൽ നിങ്ങളോട് കാണിക്കുന്ന ഒരു ദ്രോഹം അല്ലെങ്കിൽ ഒരു കാര്യം, അത് നിങ്ങളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വരുത്തി തീർക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ടാക്ടിക് ആണത്. ഇതിനൊരു നല്ല ഉദാഹരണമാണ് ഈ ചീറ്റ് ചെയ്യുന്നത്. അത് റിലേഷൻഷിപ്പുകളുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പറ്റും. നിങ്ങളെ ചീറ്റ് ചെയ്ത ഹിസ്റ്ററി ഉള്ള, ഇൻഫിഡിലിറ്റി നിങ്ങളോട് ചെയ്ത ഹിസ്റ്ററി ഉള്ള ഒരാൾ, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആള് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ അങ്ങോട്ട് സംശയിക്കാൻ തുടങ്ങും. ഒരു കാരണവുമില്ലാതെ വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വേറൊരാളെ വിളിക്കുകയാണെന്നും, നിങ്ങൾ മറ്റൊരാളെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും, മറ്റൊരാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ഇപ്പോൾ നീ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ പെട്ടെന്ന്
നിങ്ങളെ സംശയിക്കുക. ഇവരിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ വരുത്തി തീർക്കുകയാണ് നിങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ടൈമിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവർ ഓൾറെഡി ചെയ്ത ആളായിരിക്കും. അവർ നിലവിൽ മറ്റ് സപ്ലൈകളെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ആ സമയത്ത് തന്നെ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യും. ഇവരുടെ ഡിസ്ലോയൽറ്റി ഇവർ നിങ്ങളിലേക്ക് പ്രൊജക്ട് ചെയ്ത് തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇവരുടെ പാത്തോളജിക്കൽ ലൈയിങ്. നിങ്ങൾക്കറിയാമല്ലേ, കള്ളം പറയുന്ന സ്വഭാവം. നിങ്ങൾ അവരുടെ ഒരാഴ്ചത്തെ 10ാമത്തെ കള്ളം കണ്ടുപിടിച്ചിട്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ അടുത്ത് അവർ പറയും, നിന്നെ ട്രസ്റ്റ് ചെയ്യാനേ പറ്റില്ല, നിന്നെ ഒരു കാര്യത്തെ വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നീ ഇപ്പോൾ. രണ്ടാമത്തെ ടാക്ടിക് ബ്ലെയിം ഷിഫ്റ്റിംഗ്. എല്ലാം നിന്റെ തെറ്റാണ്, നിന്റെ മാത്രം തെറ്റാണ്. ഇവിടെ വളരെ ഡയറക്റ്റ് ആയിരിക്കില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. ആ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നാർസിസിസ്റ്റ് അഡ്മിറ്റ് ചെയ്തേക്കാം അവർ തെറ്റ് ചെയ്തെന്ന്. ഞാൻ അത് ചെയ്തു എന്ന് ഇവർ ചിലപ്പോൾ സമ്മതിച്ചേക്കാം. പക്ഷേ അത് ചെയ്തത് നിങ്ങളുടെ ഒരു ബിഹേവിയർ കാരണമാണെന്നും നിങ്ങളുടെ ആ പ്രശ്നം കാരണമാണ് ഞാൻ ചെയ്തതെന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ അവർ ചെയ്യുന്നത്. ഇവിടെ അവർ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പോരായ്മ കാരണമാണെന്ന് ഇവർ വരുത്തി തീർക്കും. അതിനിവർ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇവരുടെ നെഗറ്റീവൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഇവരിൽ നിന്നും ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ആ ഒരു റേജ് കാണിക്കും, എന്തെങ്കിലുമൊക്കെ അടിച്ച് പൊട്ടിക്കും, നിങ്ങളെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അപ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി ഒരു ബ്രേക്കിംഗ് പോയിന്റിലെത്തും, നിങ്ങൾ അപ്സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾ അപ്സെറ്റ് ആവുന്ന സമയത്ത് ഇവർ പറയുന്നത്, നീ എന്നോട് ഇത്രയും ബഹുമാനമില്ലാതെ ഇത്തരത്തിലൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പെരുമാറുമായിരുന്നു, ഞാൻ ഒരിക്കലും ഇതുപോലെ ദേഷ്യപ്പെടില്ലായിരുന്നു, നീ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് ആ ബ്ലെയിം നിങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു തരും. ഇവിടെ അവർ നിങ്ങളോട് പറയുന്ന മെസ്സേജ് വളരെ ക്ലിയർ ആണ്. അവരുടെ സ്വഭാവം അവരുടെ ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മൂന്നാമത്തെ ടാക്ടിക് പ്രൊജക്റ്റീവ് ഐഡന്റിഫിക്കേഷൻ. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കുക. ഇതെന്ന് പറയുന്നത് നാർസിസിസ്റ്റിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ വളരെ വലിയ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള മുറിവുണ്ടാക്കുന്ന, ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ടോക്സിക് ടാക്ടിക് ആണ്. ഇവിടെ അവർ നിങ്ങളെ ഇന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. അവരെന്താണോ ആക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത്, അത് നിങ്ങൾ ആകുന്നത് വരെ, അത് നിങ്ങൾ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ അതാണെന്ന് പറഞ്ഞ് വരുത്തി തീർത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഓഫൺ റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു ടാക്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നിങ്ങൾ എന്താ പറയുക, ഒരു മാനസിക സ്ഥിരത ഇല്ലാത്ത ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയാണെന്ന് വയ്ക്കുക. അവിടെ അത് നിങ്ങൾ ആരോപിക്കുന്ന സമയത്ത് തന്നെ ആ ആഴ്ചകളിൽ, മാസങ്ങളിൽ ഇവർ പല രീതിയിൽ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ട്, സ്റ്റോൺ വാൾ ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ടെന്ന് നിങ്ങളുടെ റിയാലിറ്റിയെ തിരുത്തി പറഞ്ഞുകൊണ്ട്, ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് നിങ്ങളിൽ അത് പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള കമന്റുകൾ പാസ്സാക്കി നിങ്ങളോട് ദേഷ്യപ്പെട്ട്, നീ എന്തിനാ അങ്ങനെ കാണിച്ച്, ഇങ്ങനെ കാണിച്ച്, ഇപ്പോൾ നീ അങ്ങനെ കാണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിങ്ങളെ പുഷ് ചെയ്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളൊരു മനുഷ്യനാണല്ലോ, നിങ്ങൾക്ക് ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരും. നിങ്ങളത് സഹിച്ച് ഒരു പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് ഇവിടെ തിരിച്ചെന്തെങ്കിലും പറയും. അങ്ങനെ നിങ്ങൾ നിവൃത്തിയില്ലാതെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ പറയും, കണ്ടില്ലേ, നിനക്ക് ഭ്രാന്ത് തന്നെയാണ്, ഞാൻ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പൊ ശരിയാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ, നിനക്കാണ് ഇവിടെ ശരിക്കും പ്രോബ്ലം, നിനക്കാണ് ഹെൽപ്പിന്റെ ആവശ്യം, നിനക്കാണ് ഡോക്ടറിനെ കാണേണ്ടത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവർ കെയർഫുൾ ആയിട്ടാണ് ഈ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നത്. എന്നിട്ട് നിങ്ങളുടെ റിയാക്ഷനെ എവിഡൻസ് ആക്കി എടുത്തുകൊണ്ട് അത് നിങ്ങളിൽ അവർ ആരോപിച്ച് ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇത് ഇവർ വളരെ കെയർഫുൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്ത് നിങ്ങളുടെ സാനിറ്റിയെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്യുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഇത് ഈ പ്രൊജക്ഷനും ബ്ലെയിം ഷിഫ്റ്റും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ലോജിക്കും ആർഗ്യുമെന്റും ഈ പറയുന്ന ട്രൂത്തും ഒന്നും എടുത്തുകൊണ്ട് നാർസിസിസ്റ്റിന്റെ അടുത്തോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവരുടെ സ്ട്രക്ചർ തന്നെ, ആസ് എ പേഴ്സൺ അവരെ ക്രിയേറ്റ് ചെയ്ത് ഇരിക്കുന്നത് തന്നെ, അവരുടെ ക്രിയേഷൻ തന്നെ ഈ പറയുന്ന സത്യം എന്ന് പറയുന്ന കാര്യം, യഥാർത്ഥ സത്യം എന്ന് പറയുന്ന കാര്യം റിജക്റ്റ് ചെയ്യാനാണ് കംപ്ലീറ്റ്ലി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഈ ഷിഫ്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ കുറിക്കുക, ഇത് നാർസിസിസ്റ്റിന്റെ പ്രൊജക്ഷൻ ടാക്ടിക് ആണ്. ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്നെ കബളിപ്പിക്കാൻ വേണ്ടി, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇവർ ഇപ്പോൾ എന്നിൽ ആരോപിക്കുന്ന കുറ്റം ശരിക്കും അവരിലാണുള്ളത്, അത് അവരാണ് ചെയ്തത് എന്ന് സ്വയം നിങ്ങളോട് തന്നെ പറയും. പിന്നെ ജെയ്ഡ് എന്ന് പറഞ്ഞ ടാക്ടിക് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, ഡു നോട്ട് ജസ്റ്റിഫൈ, ഡു നോട്ട് ആർഗ്യൂ, ഡു നോട്ട് ഡിഫെൻഡ്, ഡു നോട്ട് എക്സ്പ്ലെയിൻ.
നമ്മൾ നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിനക്ക് ഇത് മനസ്സിലായില്ല, ഞാൻ അവിടെ അല്ല അതല്ല ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗം പറയാൻ തുടങ്ങുമ്പോൾ ശരിക്കും നമ്മൾ അവരെ ട്രാപ്പിൽ വീണു എന്നാണ് അർത്ഥം. അവർക്ക് അത് തന്നെയാണ് വേണ്ടത്. അവർക്ക് എപ്പോഴും ഈ ആർഗ്യുമെന്റ് ആവശ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് പലരും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, ചില കമന്റുകൾ ഞാൻ വായിക്കുന്നതാണ്, ഞാൻ നിലയ്ക്ക് നിർത്താറുണ്ട്, ഞാൻ വഴക്ക് പറഞ്ഞ് അവരെ ഇരുത്താറുണ്ട്, അവരെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, മാറ്റിയിട്ടുണ്ടെന്നൊക്കെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്നത് അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ അങ്ങനെ ഒരു റിയാക്ഷൻ അവർക്ക് ആവശ്യമാണ്. അവരത് പറയുമ്പോൾ മിണ്ടാതെ പോകുന്നതും മിണ്ടാതിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങളിൽ നിന്നും റിയാക്ഷൻ കിട്ടുന്നുണ്ടെന്നും ഇപ്പോഴും നിങ്ങൾ അവരുടെ കൺട്രോളിൽ തന്നെയാണെന്നുള്ള ബോധ്യം അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് ഗ്രേ റോക്ക് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗം വാദിക്കാൻ പോകുന്നതിന് പകരം നിങ്ങൾ കംപ്ലീറ്റ്ലി അവരിൽ നിന്നും ഡിസെൻഗേജ് ആവുക. നിങ്ങൾ ബോറിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും തിരിച്ചു കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഗ്രേ റോക്ക് ആയിട്ടങ്ങ് മാറുക. ഇവർ നിങ്ങളടുത്ത് വന്നിട്ട് പറയണം, നീ ഭയങ്കര സെൽഫിഷാണ്, നീ ഇപ്പൊ എന്നെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓ ആണല്ലേ, നഷ്ടമായി പോയി എന്നങ്ങ് തിരിച്ചു പറയുക. പിന്നെ ഇവർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഒരു തരത്തിലും റിയാക്ട് ചെയ്യാതെ മിണ്ടാതിരിക്കുന്ന സമയത്ത് നീ ഇപ്പൊ എന്തിനാണ് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്, നീ എന്തിനിപ്പോൾ വഴക്കുണ്ടാക്കാൻ വരുന്നു എന്നുള്ള രീതിയിൽ ഇവർ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അപ്പം മനസ്സിലാക്കുക ഇത് പ്രൊജക്ഷൻ ആണെന്ന്. എന്നിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുക, നീ മനസ്സിലായി ഇപ്പൊ എന്താ പ്രശ്നമെന്ന്, എനിക്കിപ്പോ ഈ കോൺവെർസേഷന് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. നാലാമത്തെ കാര്യം, നിങ്ങൾ റിയാലിറ്റി തന്നെ കാലൂന്നി നിൽക്കുക എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ജേർണൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഡയറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് പാഡ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഒരു നോട്ടാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. നിങ്ങൾ അവരെന്താണ് പറഞ്ഞത്, എന്ത് പറഞ്ഞാണ് നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കിയത്, അല്ലെങ്കിൽ ഈ ടാക്ടിക് ഉപയോഗിക്കാൻ നോക്കിയതെന്നും നിങ്ങൾ റിയാക്ഷനായിട്ട് എന്ത് റിയാക്ഷനാണ് പറഞ്ഞതെന്നും നിങ്ങൾ എഴുതി വെക്കുക. ഇത് പിന്നീട് നമ്മൾ ആ ഒരു മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയമായതുകൊണ്ട്, നമുക്ക് ആ ഒരു ബ്രെയിൻ ഡാമേജ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ കൃത്യമായിട്ട് പിന്നീട് നമ്മൾ എടുത്തത് വായിക്കുമ്പോൾ ഓക്കെ ഇന്ന സമയത്ത് അയാൾ ഇന്ന ടാക്ടിക് ഉപയോഗിച്ചു, ഞാൻ ഇന്നതാണ് റിയാക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ പിന്നീട് ഇവർ ഇത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സമയവും ഇത് വീണ്ടും വീണ്ടും വായിക്കുന്നത് നിങ്ങൾക്ക് റീഅഷുറൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ കറക്റ്റായിട്ടാണ് എല്ലാം ഫോളോ ചെയ്ത് വരുന്നതെന്നുള്ള ഒരു ഡോക്യുമെന്റഡ് എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള പേഴ്സണിന്റെ അടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്തിനോടോ ഒരു തെറാപ്പിസ്റ്റിനോടോ സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ സുഹൃത്തിനെ നിങ്ങൾക്ക് എത്രത്തോളം അത്രയും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനെ കിട്ടും എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ തെറാപ്പിസ്റ്റ് ആയുള്ള ഗുണം, നാർസിസിസത്തെ പറ്റി അവയർനെസ് ഉള്ള ഒരു തെറാപ്പിസ്റ്റ് ആയുള്ള ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പറയും, നോ അത് നിങ്ങളുടെ ഫോൾട്ട് അല്ല, അത് അവരുടെ ഫോൾട്ടാണ്, ആ കാര്യം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇവിടെ നാർസിസിസ്റ്റ് എന്ത് ടാക്ടിക്കാണ് ഉപയോഗിച്ചതെന്നും കൂടെ അവർ ചൂണ്ടിക്കാണിച്ചു തരും. പല കാര്യങ്ങളും നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലായിരിക്കും, നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കും, നമുക്കത് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അത് ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സണിന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും പ്രോബ്ലം ആണെന്ന് ഇത്തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചിരുന്നാൽ മതി. നിങ്ങൾ വറീഡ് ആയിട്ട് ആലോചിക്കുകയാണ്, അയ്യോ ഞാൻ ആണോ പ്രശ്നം, ഞാൻ നാർസിസിസ്റ്റിക് ആണോ, ഞാൻ ടോക്സിക് ആണോ, ഞാൻ ഇത്തരത്തിലുള്ള ഒരു അബ്യൂസീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ, ഞാൻ ഇത്രയും മോശം ആളാണോ, ബർത്ത്ലെസ് ആണോ എന്ന് നിങ്ങൾ വറീഡ് ആയിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൈൻ നിങ്ങൾ ടോക്സിക് അല്ലാന്ന്, നാർസിസിസ്റ്റിക് അല്ല എന്നുള്ളതിന്റെ. കാരണം ഒരു നാർസിസിസ്റ്റ് ഒരിക്കലും ഇത്തരത്തിൽ വറീഡ് ആയിട്ടുള്ള ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തില്ല. കാരണം അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാം ഇവിടെ പ്രോബ്ലം ഒന്നും കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി അവിടെ ആ മനസ്സിലാക്കൽ കൊണ്ട് നാർസിസിസ്റ്റിനെ തിരുത്താൻ പോകേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ നമ്മുടെ ഹീലിംഗിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തിരിച്ചറിവിലൂടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നാർസിസിസ്റ്റുകളെ പൊളിക്കുന്ന അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന കുറച്ച് വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും